ഇന്ന് കേരള പോലീസ് നമ്മുടെ പ്രിയപ്പെട്ട MLA മന്ത്രി ശ്രീ PC വിശ്വനാഥിനോട് വലുതായി കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കാം. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുള്ള കെട്ടിടം നിർമ്മിക്കേണ്ട ചുമതല പോലീസിനുള്ളതാണ്. പക്ഷേ പോലീസിന്റെ കയ്യിൽ പലപ്പോഴും ഫണ്ടിന്റെ പ്രയാസം നേരിടുമ്പോഴാണ് ജനപ്രതിനിധികളായ ആളുകളുടെ ഫണ്ട് നൽകി സഹായിക്കുന്നത്. അതിന് മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥിനോട് പോലീസിന്റെ മന്ത്രി എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കാം. പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ വെച്ച് ഏറ്റവും നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്. പോലീസിന്റെ വിവിധ സ്ഥാപനങ്ങൾ പണിയുന്നതോടൊപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ കൂടി നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടിയുള്ള യോഗം ചേർന്നപ്പോൾ ഞാൻ ഒരു സജഷൻ അവരുടെ മുമ്പിൽ വെച്ചു. കേരളത്തിലെ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പഴയ ആർക്കും വേണ്ടാത്ത തുരുമ്പ് പിടിച്ച വസ്തുക്കളെല്ലാം കിടക്കുന്നത്. അതെങ്ങനെങ്കിലും ഒന്ന് മാറ്റണം. പല സ്ഥലത്തും മണലുള്ള ലോറി പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ആ മണലിൽ വലിയ മരങ്ങൾ ഇങ്ങനെ കിളുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. പല പോലീസ് സ്റ്റേഷനിലും ഈ തുരുമ്പ് പിടിച്ച സാധനങ്ങളെല്ലാം കിടക്കുന്നത് കൊണ്ട് പാമ്പും പഴുതാരയും ഒക്കെ കയറി കിടക്കുകയാണ്. അപ്പൊ ഈ ഓഗസ്റ്റ് 15-ാം തീയതിയോടുകൂടി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, എല്ലാ തുരുമ്പ് പിടിച്ച ഈ സാധനങ്ങൾ മാറ്റി പോലീസ് സ്റ്റേഷനുകൾ പെയിന്റ് ചെയ്ത് കേരളത്തിലെ ഒരേ പെയിന്റ് ആയിരിക്കും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും. ഒരു സ്ഥലം കെട്ടിടം കണ്ടത് പോലീസ് സ്റ്റേഷനാണെന്ന് ആളുകൾക്ക് തോന്നണം. അങ്ങനെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുടെ നവീകരണം ഓഗസ്റ്റ് 15-ഓടുകൂടി പൂർത്തിയാക്കണമെന്നുള്ള കർശന നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ട് എന്നിവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ ആളുകൾക്ക് പേടിയുണ്ട്. പോലീസ് സ്റ്റേഷൻ എന്തിനു വേണ്ടിയാണ്? നിയമപരിപാലനത്തിന് വേണ്ടിയാണ്. നിയമസഭകളും പാർലമെന്റും ഒക്കെ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുന്ന ചുമതലയാണ് പോലീസിനുള്ളത്. അപ്പൊ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് പോലീസ് നിറവേറ്റുന്നത്. അപ്പൊ ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക. അവൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ലോ അബൈഡിങ് ആയിട്ടുള്ള ജനങ്ങളാണ് കൂടുതലും. നിയമത്തെ അനുസരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം നൽകി സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്ന പ്രത്യേക ചുമതലയാണ് പോലീസിനുള്ളത്. നിയമലംഘനമുണ്ടായാൽ പോലീസിന് ഇടപെടേണ്ടി വരും. പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് കോടതിയിലാണ്. അപ്പൊ പോലീസ് എടുക്കുന്ന ഏത് കേസിന്റെയും സ്കൂട്ടണി നടക്കുന്നത് കോടതിയിലാണ്. അതുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ FIR ഇട്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ തോതിലുള്ള ഗൗരവം സത്യസന്ധമായ നിലയിൽ നടത്താൻ നിർബന്ധിതരാകുന്നത്. അല്ല എങ്കിൽ കോടതി ചെല്ലുമ്പോൾ അതിന് തട്ടുകിട്ടും. ആ പോലീസ് എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പോലീസിന്റെ എല്ലാ ചെയ്തികളും കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് എന്നുള്ളത് കൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി സത്യസന്ധമായി പോലീസ് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ. പണ്ട് CRPC ആണെങ്കിൽ ഭാരതീയ സംഹിത പ്രകാരം ജനങ്ങൾക്ക് നീതി കിട്ടണം. പോലീസിനെ നയിക്കേണ്ടത് നിയമങ്ങളാകണം. ആ നിയമങ്ങൾക്കനുസരിച്ച് വേണം പോലീസ് പ്രവർത്തിക്കാൻ. പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം, സമാധാന ജീവിതം ഉറപ്പുവരുത്തണം,
തെറ്റ് ചെയ്തവർക്ക് മാതൃകാപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പോലീസ് സ്റ്റേഷൻ അതുകൊണ്ട് തന്നെ ഞാൻ ആഭ്യന്തരമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷം ഞാൻ പറഞ്ഞു, ഒരാരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ തന്നെ വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറണം. അവർക്ക് രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവരെ ഇരുത്തണം. അവരിരിക്കാനുള്ള ഓരോ പോലീസ് സ്റ്റേഷനിലും ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാകണം. അവരുടെ പരാതികൾ പറയണം. പരാതികൾ പറഞ്ഞാൽ പോലീസ് ന്യായമായി കേൾക്കണം. കേട്ട് ചെയ്യേണ്ട നടപടികൾ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. പഴയ കാലമല്ല, ഇപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ക്യാമറകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, ലോക്കപ്പ് ഉണ്ടാവും, അവിടെയും CCTV ക്യാമറയുണ്ട്. ആര് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അവരോട് എങ്ങനെ പോലീസുകാർ പെരുമാറുന്നു എന്നത് SP-ക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ DGP-ക്കും ആഭ്യന്തരമന്ത്രിക്കും കാണാൻ കഴിയും. കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ എടുക്കുന്ന FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് FIR എന്ന് പറയുന്നത്. ആ എത്ര FIR രജിസ്റ്റർ ചെയ്തു, എത്ര FIR-ന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നു. ആളുകൾ പരാതിക്കാരന് ഒരു പരാതി കൊടുത്താൽ അയാളുടെ പരാതി അന്വേഷിച്ച് സമയബന്ധിതമായി തീർക്കണം. അതാണ് ഞാൻ കൊടുത്ത നിർദ്ദേശം.